നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഇവിടെ നമുക്ക് നിങ്ങളുമായി ഒന്നിക്കുന്നത് എപ്പോഴും മനസ്സിൽ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തി. ഇതാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വളരെയധികം നല്ല നിമിഷത്തിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ മര്യാദക്കിരിക്കുവാൻ കഴിയില്ല. എപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെ മറന്നുകൊണ്ട് വേറൊരു ബന്ധത്തിലേക്കോ മറ്റൊരു സാഹചര്യത്തിലേക്കോ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ഈ വ്യക്തിക്ക് ഒരു തരത്തിലും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ സാധിക്കുകയുമില്ല. അത്രമാത്രം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടും നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള നന്മകളെക്കുറിച്ച് ഓർത്തുകൊണ്ടും വളരെയധികം നന്ദിപൂർവമാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് ഈ വ്യക്തിക്ക് അറിയാം. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി വളരെയധികം സ്നേഹത്തോടെ പ്രതീക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ അതിശയകരമായി നിങ്ങളുടെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത് ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്നേഹം നിങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയും അധികം മാനസികപരമായിട്ടുള്ള പിരിമുറുക്കത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി നിങ്ങളുടെ വരവ് വരുന്നത്. നിങ്ങളുടെ സാന്നിധ്യം ആദ്യം വന്നപ്പോൾ ഈ വ്യക്തിക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ തോന്നിയിരുന്നില്ല. തന്റെ ജീവിതത്തിൽ സാധാരണയായി വന്നിരിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി, അങ്ങനെ മാത്രമായിരുന്നു ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. എന്നാൽ പിന്നെ ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത വിധത്തിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബന്ധമായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ നോക്കിക്കാണുന്നത്. മറ്റു പല സാഹചര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു ദൈവതുല്യമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ചിന്താഗതികളിലും മാനസികപരമായിട്ടുള്ള വിശ്വാസങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന തരത്തിലുള്ള സ്വഭാവ രീതികളും ഈ വ്യക്തിക്കുണ്ടായിരുന്നു. എപ്പോഴും തന്റെ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിലനിൽക്കുക, അതുമായി മുന്നോട്ട് പോവുക, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള മനോഭാവത്തിൽ ഇരിക്കുക, ഒരു കാര്യവും അധികം അങ്ങോട്ട് പ്രയത്നിക്കാതെ ഇരിക്കുക. ഇത്തരം സ്വഭാവ രീതിയിലൂടെയാണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പല സാഹചര്യങ്ങളിലും നിങ്ങൾ ഈ വ്യക്തിയെ വഴക്കു പറഞ്ഞിട്ടുണ്ടാകാം, പിണങ്ങിയിട്ടുണ്ടാകാം. ഈ വ്യക്തിയുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ഓരോ സാഹചര്യത്തിലും കണ്ടുപിടിച്ചുകൊണ്ട് ഈ പേഴ്സണെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം, നല്ല വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം, തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിലേക്കൊന്നും ഈ വ്യക്തി എത്തി നോക്കാതെ നിങ്ങൾ പറയുന്നതെല്ലാം ഒരു മോശപ്പെട്ട കാര്യമായി വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം മണ്ടത്തരമാണ്, അത് കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള വിശ്വാസങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ സ്വന്തമായ ഒരു നിലപാടോ ചിന്താഗതിയോ തീരുമാനമോ വിശ്വാസമോ ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നതുമില്ല. അനാവശ്യമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ പെരുവഴിയിലേക്ക് കൊണ്ടുപോയി. ഒരു തരത്തിലും ജീവിതത്തിൽ മുന്നോട്ടോ പുറകിലോട്ടോ പോകാൻ പറ്റാത്ത വിധത്തിലേക്ക് ഈ പേഴ്സണെ മാറ്റിയെടുത്തു. അത് ഈ വ്യക്തിയുടെ തെറ്റായ സാഹചര്യം തന്നെയായിരുന്നു. തെറ്റായ സാഹചര്യത്തിൽ വന്നിട്ടുള്ള തെറ്റായ കൂട്ടുകാരിൽ നിന്നും തന്നെയാണ്.
ഇത് തീർത്തും ഈ വ്യക്തി മനസ്സിലാക്കാൻ ഒരുപാട് കാലങ്ങൾ എടുത്തു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഒരുപക്ഷെ ബാല്യകാല സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം ഈ വ്യക്തിയുടെ യഥാർത്ഥ ശത്രുക്കൾ. അല്ലെങ്കിൽ പുറമേ നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഈ വ്യക്തിയുടെ പിന്നിൽ നിന്നും കുത്തിയെടുത്ത വ്യക്തികളെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരുടെ എല്ലാം യഥാർത്ഥ മുഖം, കാപട്യ മുഖം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്നാൽ അത് മനസ്സിലായതിനു ശേഷം നിങ്ങൾ ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചപ്പോഴും ഈ വ്യക്തി ചില ബാലിശമായിട്ടുള്ള മറുപടിയാണ് നിങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ചു ഈ പേഴ്സണെ തിരിച്ചടി ലഭിച്ചതിന് ശേഷം ഈ വ്യക്തി താനെ മനസ്സിലാക്കിക്കോളും എന്നുള്ളത്. എന്നാൽ നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിലും ഈ ശത്രുക്കൾ പലതരത്തിലുള്ള കെണികൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ നിങ്ങളും ഈ വ്യക്തിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരം തെറ്റായിട്ടുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളായിരിക്കാം, അവരിൽ നിന്നും നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധത്തിലേക്ക് നുഴഞ്ഞു കയറുന്നത്. അവിടെയും ചില മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യപ്പെട്ടു. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് പോലും ഈ വ്യക്തിയെ നിങ്ങൾ സംശയിച്ചു പോയി, ഈ വ്യക്തി നിങ്ങളെയും സംശയിച്ചു. അങ്ങനെ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന വിള്ളുവീഴ്ച, അതായത് ഒരുപാട് വിള്ളലുകൾ എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഒരു മുറിവ് പോലെ, ഇപ്പോഴും ഉണങ്ങാത്ത ഒരു മുറിവ് പോലെ നിങ്ങൾ രണ്ടുപേരുടെയും ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തെന്നാൽ ഈ വ്യക്തി ഇപ്പോൾ ചില സാഹചര്യങ്ങളിലൂടെ തൻ്റെ കൂടെയുള്ള വ്യക്തികളുടെ തനി സ്വരൂപം മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഉടനീളമായി പരാജയങ്ങൾ വന്നു ചേർന്നപ്പോൾ ഈ പേഴ്സൺ സ്വയം മനസ്സിലാക്കുവാൻ തുടങ്ങിയതായിരിക്കാം. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കിയതായിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ നമുക്ക് പറയാം. എന്തു തന്നെ ആയാലും ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് കാതോർത്തിരിക്കുന്നത്. അതിന് മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതും. ഇവിടെ ഇപ്പോഴും ഈ പേഴ്സൺ വഴിമുട്ടി നിൽക്കുന്നുണ്ട്. ഒരുപാട് വഴികൾ തൻ്റെ കൺമുന്നിൽ നിൽക്കുമ്പോൾ ഏത് വഴിയാണ് സത്യമെന്നും ഏത് വഴിയാണ് ചീത്തയെന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഇപ്പോൾ വളരെയധികം സ്റ്റക്ക് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും ഈ വ്യക്തി വിശ്വസിക്കുന്നത് ആ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് പോലും ഒരു വഴികാട്ടിയായി ഒരു കൈ പിടിച്ചുയർത്തുവാൻ നിങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഈ വ്യക്തിയെ ഇപ്പോഴും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്നു സംസാരിക്കുവാനും ക്ഷമാപണം നടത്തുവാനും നിങ്ങളോടുള്ള കാഴ്ചപ്പാടുകൾ മൊത്തമായി തന്നെ മാറ്റുവാനും ഒക്കെയും ഈ വ്യക്തി തയ്യാറാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഊർജത്തിലേക്ക്, നല്ലൊരു മനുഷ്യനിലേക്ക് രൂപപ്പെടുവാൻ ഈ പേഴ്സൺ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് തൻ്റെതായിട്ടുള്ള ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങൾ എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം തന്നെ ചെയ്യുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ. ഇവിടെ ഇപ്പോൾ നിങ്ങളുമായി വളരെയധികം സെലിബ്രേഷനിലേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കും ഈ വ്യക്തി ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അതിൽ വളരെയധികം വിശിഷ്ടമായിട്ടുള്ള പോസിറ്റീവ് എനർജിയിലേക്ക് വന്നതിന് ശേഷം, മനസ്സും ഹൃദയവും ശരീരവും ചിന്തകളും ഒരുപോലെ ശുദ്ധീകരിച്ചതിന് ശേഷം വളരെ സമാധാനപരമായിട്ടുള്ള ഊർജത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കുവാൻ സാധിക്കുന്നില്ല. എന്തു തന്നെ ആയാലും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു മാറ്റം ഈ വ്യക്തിയുടെ ജീവിതത്തെ മൊത്തമായി തന്നെ മാറ്റിമറിക്കും. നല്ലൊരു മനുഷ്യനിലേക്ക് രൂപപ്പെടുവാനും തൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ സ്നേഹത്തിനായി കൊതിക്കുന്ന ഈ വ്യക്തിയെ നിങ്ങൾ കാണാതെ പോകരുത്. എന്തു തന്നെയായാലും മുന്നോട്ട് വെച്ചകാൽ മുന്നോട്ട് തന്നെ എന്നുള്ള രീതിയിൽ തൻ്റെ ജീവിതത്തിൽ നിന്ന് പറ്റിയിട്ടുള്ള അഴുക്കുകളെയെല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട്, മാലിന്യങ്ങളെല്ലാം നീക്കിക്കൊണ്ട് വളരെയധികം പരിശുദ്ധമായ പ്രണയത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഒത്തിരി മനോഹരമായിട്ടുള്ള ചിന്തകളും സ്വപ്നങ്ങളും എല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായി ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞിരിക്കുന്നു.
ഈ ഒരു വായനയാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും ശത്രുക്കളെ ഈ വ്യക്തി മനസ്സിലാക്കി അവരുടെ തനിമുഖം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് ആത്മാർത്ഥമായി തന്നെ തിരിച്ചെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ഈ വ്യക്തിയുടെ ചുറ്റിനും മൂർച്ചയേറിയ വാളുകളായിരുന്നു. എന്നാൽ നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തത് മനോഹരമായ പൂക്കളാണ്. ആ പൂക്കളുടെ സുഗന്ധം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് ഈ വ്യക്തി ആകർഷിച്ചു വരട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും വായന ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.